blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ടാഞ്ചൂരിൽ നിന്നുള്ള ഡോക്ടർ ജോർജ് തോമസും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യ ലളിതയുടെ ബർത്ത്ഡേ ഡിസംബർ 3-നായിരുന്നല്ലോ കർത്താവെ. ഞങ്ങൾ ചേർന്ന് കർത്താവെ ആ സഹോദരിയെ അനുഗ്രഹിക്കുന്നു. ഈ പുതിയ വർഷം സകല അനുഗ്രഹങ്ങൾ കൊണ്ട് കർത്താവെ നിൻ്റെ മകളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ മകൾ മെറിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ഒരു ആരോഗ്യമുള്ള പൈതലിനെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വെയ്റ്റ് ലോസും കർത്താവെ മാറിപ്പോകാനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ മകൾ ലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്രയും വേഗം ഭർത്താവിനോട് ഒരുമിച്ച് ദുബൈയിൽ സെറ്റിലാകുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ ബാംഗ്ലൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ മകൾക്ക് കർത്താവെ നല്ല യോജിച്ച ഒരു ജീവിത പങ്കാളിയെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, സ്നീസിങ് പൂർണ്ണമായും മാറിപ്പോകാൻ വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു കുഞ്ഞിനെ നൽകി തൻ്റെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ ഡിസംബർ 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് മാണിക്യം ഹാൾ, ആർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഡിസംബർ 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെയിന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 16K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ യൂത്ത് കോൺഫറൻസ് 2016. ഡിസംബർ 10 ശനിയാഴ്ച. ലയൺസ് ക്ലബ് ഹാൾ, രാമൻചിറ, തിരുവല്ല. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details, Number 5, stealing, killing, destroying. അഞ്ചാമത്തെ കാര്യം എഴുതുക: മോഷ്ടിക്കുക, കൊല്ലുക, അതുപോലെ മുടിക്കുക. This is the business of Satan. ഇത് സാത്താന്റെ ബിസിനസ് ആണ്. John 10:10. യോഹന്നാൻ 10:10. Wherever you hear the report of stealing, killing, destroying, remember the devil is behind that. എവിടെയൊക്കെ മോഷണത്തിന്റെ കാര്യം, അതുപോലെ കൊല്ലുന്ന കാര്യം, അതുപോലെ നശിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട്, അതിന്റെ പുറകിൽ സാത്താനാണ്. It is not God, it is the devil. അവർക്ക് അത് ദൈവമല്ല, അത് സാത്താന്റെ പ്രവൃത്തിയാണ്. God will never steal. God will never kill. God will never destroy. ദൈവം ആരുടെയും ഒന്നും മോഷ്ടിക്കുന്നില്ല, അവൻ ആരെയും കൊല്ലുന്നില്ല, ആരെയും അവൻ മുടിക്കുന്നുമില്ല. But instead he gives. പകരം അവൻ നൽകുന്നവനാണ്. Number 6, devouring. ആറാമത്തെ കാര്യം എന്നുള്ളത് വിഴുങ്ങുന്നു. 1 Peter chapter 5 verse number 8. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം. The Bible says, actually Peter is saying, Peter the apostle is saying, Satan just like a roaring lion is roaming around so that whom he can devour. അവിടെ 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ സാത്താനെ കുറിച്ച് പറയുന്നു, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണം എന്ന് കരുതി തിരിഞ്ഞു ചുറ്റി നടക്കുകയാണ്. Hallelujah. Hallelujah. But remember, Satan is not the lion. ഓർക്കുക, സാത്താൻ എന്നുള്ളത് ശരിക്കും സിംഹമല്ല. He acts like a lion.
എന്നാൽ അവൻ ഒരു സിംഹത്തെ പോലെ പ്രവർത്തിക്കുന്നു. The real lion is our Lord Jesus. യഥാർത്ഥത്തിലുള്ള സിംഹം എന്നുള്ളത് നമ്മുടെ യേശു കർത്താവാണ്. Because he is the lion of the tribe of Judah. കാരണം അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്. Number 7, giving sicknesses, poverty and all the negative stuff. ഏഴാമത്തെ കാര്യം എഴുതുക, അവൻ രോഗങ്ങളെയും ദാരിദ്ര്യങ്ങളെയും അങ്ങനെ നല്ലതല്ലാത്ത കാര്യങ്ങളെയും അവൻ നൽകുന്നു. Job chapter 1 verse number 13 through 19. അത് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 13 മുതൽ 19 വരെയുള്ള വചനങ്ങൾ. Chapter 2 verse number 7. 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം. Matthew chapter 10 verse number 1. മത്തായിയുടെ സുവിശേഷം 10-ന്റെ 1-ാമത്തെ വചനം. The devil is coming to this world to scatter sicknesses, weaknesses, poverty and all kinds of brokenness. ഓർക്കുക, സാത്താൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് രോഗങ്ങളെ, ബലഹീനതകളെ, ദാരിദ്ര്യത്തെ, എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നൽകുവാൻ വേണ്ടിയിട്ടാണ്. Number 8, binding people in bondages of sin and sickness. 8-ാമത്തെ കാര്യം എഴുതുക, പാപത്തിന്റെയും രോഗത്തിന്റെയും ബന്ധനങ്ങളാൽ ജനങ്ങളെ ബന്ധിക്കുന്നു. Romans chapter 7 verse number 14 through 24. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 14 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. Paul is describing how he was bound with chains of sin. അവിടെ പൗലോസ് എങ്ങനെയാണ് പാപത്തിന്റെ ചങ്ങലയാൽ താൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്നു. Luke chapter 13 verse number 16. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം. There came a lady with a bent back to Jesus. ഇവിടെ കൂനിയായിട്ടുള്ള ഒരു സ്ത്രീ അവിടെ വന്നിരിക്കുന്നതായിട്ട് നാം വായിക്കുന്നു. But Jesus loosed her. എന്നാൽ യേശു കർത്താവ് അവളുടെ കൂന് നിവർത്തി. And then Jesus said, should not this woman, a daughter of Abraham, whom Satan has kept bound for 18 long years, be set free on the Sabbath day from what bound her? അതിന്റെ 16-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. Who bound her? ആരാണ് അവളെ ബന്ധിച്ചത്? It was Satan. സാത്താൻ. So it's Satan's function or work that he comes to a person and bind that person with sicknesses and different weaknesses and ailments. അതുകൊണ്ട് സാത്താന്റെ പ്രവൃത്തി എന്നുള്ളത് ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് വന്ന് രോഗങ്ങളോ പാപങ്ങളോ മറ്റു പ്രശ്നങ്ങളോ നൽകി ആ ഒരു ചങ്ങല കൊണ്ട് അയാളെ ബന്ധിച്ച് തന്റേതാക്കി നിർത്തുക. Number 9. 9-ാമത്തെ കാര്യം, Hindering answers to prayer. പ്രാർത്ഥനയ്ക്കുള്ള മറുപടിക്ക് തടസ്സമുണ്ടാക്കുക. When we read the book of Daniel, ദാനിയേലിന്റെ പുസ്തകം നാം വായിച്ചാൽ chapter 10 verse number 12 onwards up to 21, അതിന്റെ 10-ാം അധ്യായത്തിന്റെ 12 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ Daniel was having a 21-day fast. അവിടെ ദാനിയേൽ ഒരു 21 ദിവസം ഉപവാസം നടത്തുകയാണ്. But there was no answer from God. എന്നാൽ ആ ദൈവത്തിൽ നിന്നുള്ള ഒരു മറുപടിയും തന്റെ He പ്രാർത്ഥനയ്ക്ക് continued ലഭിച്ചില്ല. the fast and he reached the 21st day. അദ്ദേഹം ഉപവാസം തുടർന്നു. അങ്ങനെ അദ്ദേഹം 21-ാമത്തെ ദിവസം എത്തി. On the 21st day there came an angel from God. 21-ാമത്തെ ദിവസത്തിൽ ദൈവത്തിന്റെ ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. And he reported an amazing thing. അദ്ദേഹം ഒരു വലിയ വാർത്തയാണ് ആ സമയത്ത് വെളിപ്പെടുത്തിയത്. Daniel, you are so beloved to God. ദാനിയേലേ, നീ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. So on the first day of your fasting and prayer, there came answer from God. നിന്റെ ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ ആദ്യ ദിവസം തന്നെ ദൈവത്തിൽ നിന്ന് അതിനുള്ള ഉത്തരം വന്നു കഴിഞ്ഞു. I was coming from God. ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. But in between, a territorial spirit started hindering me. എന്നാൽ അതിനിടയിൽ ദേശാധിപതിയുടെ പൈശാചിക ആത്മാക്കൾ അതിനൊരു തടസ്സമായി നിൽക്കുകയാണ്. So I could not reach you. അതുകൊണ്ട് എനിക്ക് നിന്റെ അടുക്കിലേക്ക് വരാൻ But I സാധിക്കുന്നില്ല. fought a good battle. I overcame him and I have come with the answer. എന്നാൽ ആ ദേശാധിപതിയുമായി ഞാനൊരു യുദ്ധം ചെയ്തു കഴിഞ്ഞു ദാനിയേലേ. അങ്ങനെ ഇപ്പോൾ അതിന്റെ ഉത്തരവുമായി ഞാൻ നിന്റെ അടുക്കൽ എത്തിയിരിക്കുകയാണ്. Sometimes when people pray, ചില സമയങ്ങളിൽ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നു, the answers will come out അതിനുള്ള ഉത്തരവും വന്നു കഴിയുന്നു very quickly. വളരെ പെട്ടെന്ന്. But the thing is that when the angels are coming with the answers, they will be blocked in between the way by some dark angels. എന്നാൽ സംഭവിക്കുന്ന കാര്യം എന്നുള്ളത് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള പ്രാർത്ഥനയുടെ മറുപടിയുമായി സ്വർഗീയ ദൂതന്മാർ നമ്മുടെ അടുക്കൽ എത്തുന്നതിന് ഇടയിൽ സാത്താന്റെ ദൂതന്മാർ അതുമായുള്ള ചില യുദ്ധങ്ങൾ നടത്തി ആ ഉത്തരം നമ്മിലേക്ക് എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. But always remember one thing, that Satan will never have the ultimate victory. എന്നാൽ എല്ലായ്പ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, സാത്താന് എല്ലായ്പ്പോഴും ജയം അനുവദിക്കപ്പെട്ടിട്ടില്ല. Number 10, preventing people from
worshiping God. പത്താമത്തെ കാര്യം ദൈവത്തെ ആരാധിക്കുന്നതിൽ ജനങ്ങളെ തടസ്സപ്പെടുത്തുക. Exodus chapter 7 verse number 16. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം. For many years the people of Israel were under the slavery by Pharaoh. ഒത്തിരി വർഷങ്ങളായിട്ട് ഫറവോന്റെ അടിമത്തത്തിന് കീഴിൽ ഇസ്രായേൽ മക്കളായിരുന്നു. And God raised up an anointed man called named Moses. എന്നാൽ ദൈവം അവർക്ക് വേണ്ടിയിട്ട് അഭിഷക്തനായ മോശെ എന്നുള്ള പേരുള്ള ഒരുവനെ God എഴുന്നേൽപ്പിച്ചു. asked him to present himself before Pharaoh. ദൈവം അവനോട് ഫറവോന്റെ മുൻപാകെ പോയി നിൽക്കുവാനായി ആവശ്യപ്പെട്ടു. And when Moses was standing there, മോശെ അവിടെ നിന്ന സമയത്ത് he commanded Pharaoh to let the people of God go to worship the Lord in the wilderness. ആ സമയത്ത് മോശ ഫറവോന്റെ മുഖത്ത് നോക്കി ആജ്ഞാപിക്കുന്ന കാര്യം ഇതാണ്: ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ജനത്തെ വിട്ടയക്കുക എന്നുള്ളതാണ്. Hallelujah. ഹല്ലേലൂയ. Meaning Pharaoh is a type of Satan. അതിന്റെ അർത്ഥം ഇവിടെ ഫറവോൻ എന്നുള്ളത് സാത്താന് പ്രതീകാത്മകമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. In other words, when believers want to worship the Lord, the devil will try to prevent them. അതിന്റെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവമക്കൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ സാത്താൻ അതിനൊരു തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കും. Again I have a good news. ഞാൻ വീണ്ടും ഒരു നല്ല വാർത്ത നിങ്ങളോട് പറയാൻ പോകുകയാണ്. Moses came there and commanded Pharaoh to allow the people to go for worship. ഇവിടെ മോശ മുന്നോട്ട് വന്നിട്ട് ഫറവോന്റെ മുഖത്ത് നോക്കി ജനത്തെ ആരാധനയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യമാക്കുവാൻ വേണ്ടി ഫറവോൻ ആവശ്യപ്പെടുകയാണ്. He said, "Who is your God?" അപ്പോൾ ഫറവോൻ ചോദിച്ചു, ആരാണ് നിന്റെ ദൈവം? I am the king. ഞാനാണ് ഇവിടുത്തെ I രാജാവ്, will not let you go. ഞാൻ ഇവരെ വിടുകയില്ല. Then the God came into the scene. അപ്പോൾ കർത്താവ് രംഗത്തേക്ക് ഇറങ്ങി വന്നു. He performed 10 mighty miracles. ദൈവം അവിടെ 10 അത്ഭുതങ്ങൾ നടത്തി. Hallelujah. ചേർന്ന് ഹല്ലേലൂയ. Because God will never compromise in worship. കാരണം ദൈവം ആരാധനയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവൻ തയ്യാറല്ല. Hallelujah. ഹല്ലേലൂയ. Number 11, promoting idolatry and satanic worship. 11-ാമത്തെ കാര്യം സാത്താന്യ ആരാധനയ്ക്കും വിഗ്രഹാരാധനയ്ക്കും പ്രോത്സാഹനം നൽകുന്നു. 2 Thessalonians chapter 2 verse number 4. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം. Revelations 13:4 through 15. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 4 മുതൽ 15 Behind വരെ. every idol worship the devil will be working. ഓർക്കുക, എല്ലാ വിഗ്രഹാരാധനയുടെ പുറകിലും സാത്താനാണ് പ്രവർത്തിക്കുന്നത്. Because the devil wants to get all the worship from this world for himself. കാരണം ഈ ലോകത്തിലെ സകല ആരാധനയും തനിക്ക് ലഭിക്കണമെന്ന് സാത്താൻ ആഗ്രഹമുണ്ട്. And the culmination of this is called satanic worship. ഇതിനെയാണ് സാത്താന്യ ആരാധന എന്ന് പറയുന്നത്. Even from the beginning of history, people started to worship Satan directly. ഓർക്കുക, ലോകത്തിന്റെ ആരംഭം മുതൽ തന്നെ ജനങ്ങൾ സാത്താനെ നേരിട്ട് ആരാധിക്കുന്നവരായിരുന്നു. But in this generation, it is spreading everywhere. എന്നാൽ ഈ തലമുറയിൽ വന്നപ്പോൾ അത് എല്ലായിടത്തേക്കും പരക്കുവാൻ തുടങ്ങി. Devil either will want to get the worship indirectly or directly. ഓർക്കുക, സാത്താൻ ആരാധന നേരിട്ടോ നേരിട്ടല്ലാതെയോ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. So we should be very careful. അതുകൊണ്ട് ഈ കാര്യത്തിൽ നാം വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം. Where our worship goes is important. നമ്മുടെ ആരാധന എങ്ങോട്ടാണ് കൊടുക്കുന്നത്, പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Number 12, stealing the word and sowing weeds. അതിൽ 12-ാമത്തെ കാര്യം എന്നുള്ളത് ദൈവവചനത്തെ മോഷ്ടിക്കുന്നതും അതുപോലെ കളയെ വിതയ്ക്കുന്നതും. Luke chapter 8 and verse number 12. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ Matthew വചനം. 13:25 and 30. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 25-30 വചനങ്ങൾ. When the word is preached, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ the devil comes. In that parable, Jesus was talking about some fowls, some birds coming and eating up the word. അവിടെ യേശു കർത്താവ് ആ വിതക്കാരന്റെ ഉപമയിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിന്റെ വചനം വീണ് കഴിഞ്ഞപ്പോൾ ചില പറവകൾ വന്ന് അത് കൊത്തിയെടുത്തു കൊണ്ടുപോയി. And in another parable it says the devil will come to sow some seeds of tare or wheat. അപ്പോൾ തന്നെ യേശു കർത്താവിന്റെ മറ്റൊരു ഉപമയിൽ ശരിയായ യജമാനൻ ഉറങ്ങുമ്പോൾ സാത്താൻ വന്ന് കള വിതയ്ക്കുന്നതായിട്ട് താൻ പറഞ്ഞിരിക്കുന്നു. So we have to be very careful
when we attend a preaching, അതുകൊണ്ട് ഒരു പ്രസംഗം നാം കേൾക്കുമ്പോൾ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. so that the devil will never steal away the words spoken. ആ സംസാരിക്കപ്പെടുന്ന ദൈവവചനങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സാത്താൻ എടുത്തുകൊണ്ടു പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. Hallelujah. ഹല്ലേലൂയ. Number 13, blinding the mind of people. 13ാമത്തെ കാര്യം എന്നുള്ളത് ജനങ്ങളുടെ മനസ്സുകളെ കുരുടാക്കുന്നത്. 2 Corinthians chapter 4 verse number 4. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന് 4-ാമത്തെ വചനം. If you are praying for any person to be saved, ഏതെങ്കിലും ഒരു വ്യക്തി രക്ഷിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ I will പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ tell you how you should pray. എങ്ങനെയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. You should know the strategic way of prayer. ആ പ്രാർത്ഥനയുടെ യഥാർത്ഥ തന്ത്ര പദ്ധതികൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ അറിയണം. Many people will, Lord, let that man be saved, let this man be saved, let that girl be saved. No. That's a general prayer. But if you want really that person to be saved, you have to pray something like this. Devil, I command you to take off your hands from that person. All the blindfolding from that person's mind be gone. In the mighty name of Jesus, that person will get saved soon. സാധാരണയായിട്ട് ഒരു വ്യക്തി രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഇയാൾ രക്ഷിക്കപ്പെടട്ടെ, ഇന്ന വ്യക്തി രക്ഷിക്കപ്പെടട്ടെ, എൻ്റെ നാത്തൂൻ രക്ഷിക്കപ്പെടട്ടെ, അമ്മായിപ്പൻ രക്ഷിക്കപ്പെടട്ടെ, ഇങ്ങനെ സാധാരണ ഇതിൽ അങ്ങനെ ഒരു സാധാരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് സാധാരണ ചെയ്തത്. എന്നാൽ ഒരു വ്യക്തി യേശുവിൻ്റെ രക്ഷയിലേക്ക് വരണമെങ്കിൽ യഥാർത്ഥത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടത് സാത്താനെ, ആ വ്യക്തിയെ കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ ബന്ധനങ്ങളെയും ഞാൻ അഴിക്കുന്നു, ആ വ്യക്തിയെ യേശുവിൻ നാമത്തിൽ സ്വതന്ത്രമാക്കുന്നു എന്ന വിധത്തിലായിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത്. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഡെലിവറൻസ് ക്ലിനിക് 2016. ഡിസംബർ 13, 14, 15 തീയതികളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ടീമും ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനായി വിളിക്കുക 0484-422-101. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ ഡിസംബർ 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് മാണിക്യം ഹാൾ, ആർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഡിസംബർ 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെയിന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 16K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. ഈ പിതാവിന് 62 വയസ്സുണ്ട്. ഇദ്ദേഹം തൻ്റെ 20ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്ത് താൻ ജോലിക്ക് പോകുന്ന സമയത്ത് തൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് അല്പം ബിയറൊക്കെ കുടിക്കുന്നത് നല്ലതാണ്, ആ പോകുന്ന സ്ഥലത്ത് ബിയറിനൊക്കെ വില കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് താൻ ആദ്യമായിട്ട് താൻ ബിയർ കുടിപ്പിച്ച് താൻ ആരംഭിച്ചു, ആ ഒരു മദ്യപാനം ആരംഭിച്ചു. അപ്പം അന്ന് ബിയർ തനിക്കത് അതിൻ്റെ ചുവ ഇഷ്ടപ്പെട്ടില്ല, താൻ ഒന്ന് ജസ്റ്റ് സിപ്പ് ചെയ്തിട്ടത് കളഞ്ഞു. എന്നാൽ പതുക്കെ താൻ ഇങ്ങനെ താൻ മദ്യപിക്കാൻ തുടങ്ങി. മദ്യപിക്കാൻ താൻ പറയുന്നത് ഇത്രയും വർഷത്തിനിടയിൽ ഏകദേശം 40ഓളം വർഷങ്ങൾ ഒരു ഭയങ്കര വലിയ മദ്യപാനിയൊന്നുമല്ല, പക്ഷേ തനിക്ക് എല്ലാ ദിവസവും കുറച്ച് കഴിക്കണം. അപ്പോൾ താൻ അങ്ങനെ പറഞ്ഞപ്പോൾ താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മദ്യം ലഭ്യമല്ലാത്തതുകൊണ്ട് ദൂരെ നിന്ന് വേണം വാങ്ങാൻ. അതുകൊണ്ട് താൻ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് ഒരാഴ്ചയൊക്കെ ഇങ്ങനെ മേടിച്ച് വെച്ച് ഇങ്ങനെ കുറേശ്ശെ കുടിക്കുകയാണ് താൻ ശീലിച്ചു വന്നിരുന്നത്. താൻ മദ്യപാനം തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തനിക്ക് കൈവിറയിൽ, അതുപോലെ തലവേദന, ടെൻഷൻ, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ അതിനോട് കൂടെ ആരംഭിച്ചു. ഈ പറയുന്നതെല്ലാം ശരിയാണോ? ശരിയാണ്. എത്രാമത്തെ വയസ്സിലാണ് തുടങ്ങുന്നത്? ഒരു 20 വയസ്സ്. അപ്പോൾ അദ്ദേഹം പറയുന്നു ബിയർ കുടിച്ചാണ് ഉദ്ഘാടനം നടത്തിയത്. ശരിയാണ്. ഓക്കെ. അങ്ങനെ കൈവിറയിൽ, തലവേദന, ടെൻഷൻ, ഇത് മദ്യപിക്കുമ്പോൾ മാത്രമേ ഇത് കുറയുകയുള്ളൂ.
ഓക്കെ, ഈ വിറയിലൊക്കെ വിറയലും മദ്യപിച്ചാൽ നേരെയാവും, ഇല്ലെങ്കിൽ വിറയ്ക്കും. അല്ലെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ ഒരു ചെറിയ ശാരീരിക അസ്വസ്ഥതകളൊക്കെ തനിക്ക് ഉണ്ടാകാൻ തുടങ്ങി. താൻ പറയുന്നത് 2013 ഒരു ദിവസം താൻ എതിർച്ചയ താൻ TV പ്രോഗ്രാം വെച്ചപ്പോൾ, TV ഓൺ ചെയ്തപ്പോൾ അന്ന് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമാണ് താൻ കണ്ടത്. അപ്പം അന്ന് ഏത് വർഷം? 2013. അപ്പോൾ താൻ അങ്ങനെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം അന്ന് ഡാമിൻ ബ്രദറും ഷംസിസ്റ്റും ഇരുന്നിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു അന്ന് താൻ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ തനിക്കത് ഒരു നല്ലൊരു പ്രോഗ്രാമാണെന്ന് തോന്നി. താൻ അന്ന് മുതൽ അത് സ്ഥിരമായിട്ട് താൻ അത് കാണാൻ തുടങ്ങി. അതിനിടയിൽ നാട്ടുകാരനാണോ? ഇരിഞ്ഞാലക്കുടയിലാണ്. വെള്ളാങ്കല്ലൂർ. ഇവിടുന്ന് ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ. താൻ അങ്ങനെ മദ്യപിക്കാൻ തുടങ്ങി. ആ മദ്യപാനം എല്ലാം ഇങ്ങനെ തുടർന്നു വന്നു. അതിനിടയിൽ TV പ്രോഗ്രാം മുടങ്ങാതെ താൻ കാണാൻ തുടങ്ങി. രണ്ടുമുണ്ട്. മദ്യപിക്കുന്നുണ്ട്, ബ്ലെസ്സിംഗ് ടുഡേയും കാണുന്നുണ്ട്. അങ്ങനെ എത്ര നാൾ പോയി? 2013 ഡിസംബർ മാസത്തിൽ ഒരു ദിവസം TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡാമിൻ ബ്രദർ അതിലൂടെ പറഞ്ഞു, മദ്യപാനികളുടെ അതുപോലെ കടുത്ത മദ്യത്തിൻ്റെ ആസക്തിയുള്ളവരെ കർത്താവ് സ്വതന്ത്രമാക്കുന്നു, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിതാവ് ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ വലിയ കുടിയനൊന്നുമല്ല, ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഭയങ്കര വലിയ കുടിയന്മാർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും, പക്ഷേ ഇതിലും വലിയ മുട്ടൻ കുടിയന്മാർക്കുള്ളതായിരിക്കും എന്നാണ് താൻ ചിന്തിച്ച് ആ സമയത്ത് അവിടെ ഇരുന്നത്. താൻ അപ്പോൾ പറഞ്ഞു, താൻ പറയുന്നത് ആ TV പ്രോഗ്രാമിൽ നേരെ നോക്കി താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ, ഞാൻ 3 പ്രാവശ്യം താൻ അങ്ങനെ പറഞ്ഞു. 3 പ്രാവശ്യം ഞാൻ കൈകൊണ്ട് കാണിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ലൈറ്റല്ല കുടിക്കുന്നുള്ളൂ, സ്വൽപ്പല്ല കുടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ എൻ്റെ കൈ ടിവിയിലോട്ട് പറഞ്ഞു. ആ TV നോക്കിയിട്ടാ പറഞ്ഞു. പക്ഷെ 3ാമത്തെ പ്രാവശ്യം താനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആരോ തൻ്റെ കൈ തട്ടി ആ കൈ ഇങ്ങനെ പുറകോട്ട് വളഞ്ഞു പോകുന്നത് പോലെ വന്നിരുന്നു എന്നാ താൻ പറയുന്നത്. അതെ, അങ്ങനെ സംഭവിച്ചു. ഒന്ന് കാണിച്ചേ. ഇങ്ങനെ കൈ പിടിച്ച് കാണിച്ചു. ഞാൻ ലൈറ്റ് ആണല്ലോ കുടിക്കുന്നത്, കുറച്ചല്ല കുടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് കൈ പോന്ന് ഒരു തട്ടുന്ന മാതിരി അനുഭവം. ഈ കയ്യിൽ ഒരു തട്ടുന്നത് പോലെ കൈ പുറകോട്ട് പോയി. ഇങ്ങനെ കൈ പുറകോട്ട് പോയി. ആരെങ്കിലും ഭാര്യയോ മക്കൾ ആരെങ്കിലും അടുത്തുള്ള ആരാ അടിച്ചത്? പക്ഷെ അങ്ങനെ തോന്നി. അദൃശ്യമായിട്ടുണ്ടായതാണ്. അന്ന് മുതൽ അതിനുശേഷം ഈ കഴിഞ്ഞ 2.5 വർഷത്തോളം താൻ മദ്യപിച്ചിട്ടില്ല, താൻ അത് കൈകൾ കൊണ്ട് തൊട്ടിട്ടില്ല, തനിക്കത് കാണുമ്പോൾ കുടിക്കാനുള്ള തോന്നലും ഉണ്ടാകാറില്ല, സുഹൃത്തുക്കൾ വിളിച്ചാൽ താൻ കുടിക്കാനായിട്ട് പോകാറില്ല. അതുമാത്രമല്ല, തൻ്റെ കൈവിറയിൽ തനിക്കുന്നില്ല, ടെൻഷൻ തനിക്കുന്നില്ല, തലവേദനയുമില്ല. അത് മദ്യപാനമില്ലാതെ അതെല്ലാം അന്ന് ആ ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് സൗഖ്യമാക്കി. തനിക്ക് ഇന്ന് പരിപൂർണമായിട്ടും തനിക്ക് അതിൽ നിന്ന് വിടുതൽ കിട്ടിയെന്നാണ് താൻ പറയുന്നത്. 2.5 വർഷമായി. 2.5 വർഷം. 2013 ഡിസംബറിലാണ്. ശരിയാണോ? ശരിയാണ്. തൊട്ടിട്ടില്ല. ഇല്ല, ഒന്നുമില്ല. നാടൻ ഒന്നുമില്ല. കാടൻ ഒന്നുമില്ല. വിദേശം ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ വൈഫാണ് ഇരിക്കുന്നത്. അതൊന്ന് മൈക്ക് കൊടുത്താൽ മതി. ശരിയാണോ ഇല്ലെന്ന് ചോദിച്ചാൽ ശരിയാണോ? ശരിയാണ്. മാത്രമല്ല, അന്ന് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം കുറെ അനുഭവങ്ങൾ പറഞ്ഞു. അതിനുശേഷം കുടിച്ചിട്ടില്ല. സാക്ഷ്യമാണ്. സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു സാക്ഷ്യമാണ്. സ്വന്തം സഹധർമ്മിണി പറയുന്നു. എത്ര കാലമായി കല്യാണം കഴിച്ചിട്ട്? 32 വർഷമായി. 32 വർഷമായി. അപ്പോൾ 32 വർഷമായിട്ട് ആളറിയാം, കുടിക്കുന്ന ആളായിരുന്നു. ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവസന്നിധിയിൽ ചെറിയ കുടിയൻ, വലിയ കുടിയൻ, ചെറിയ ഭാവി, വലിയ ഭാവി, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഭാവികളാണ്. ഇത്തിരി കുടിച്ചാലും കൂടുതൽ കുടിച്ചാലും മദ്യപാനിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി നാട്ടുകാർ നിങ്ങളാണ് വിധിക്കേണ്ടത്. ഞാൻ ഈ വ്യക്തിയെ ആദ്യമായിട്ടാണ് കാണുന്നത്. വൈഫിനെയും കണ്ടിട്ടില്ല, കുടുംബത്തെ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. 2013 അവസാനം ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇത്തിരിയെ കുടിക്കൂ എന്ന് TVയെ നോക്കി 3 പ്രാവശ്യം പറയുമ്പോൾ, 3ാമത്തെ പ്രാവശ്യം യേശുവിൻ്റെ കൈ ഒരൊറ്റ തട്ട് കൊടുത്തു. ആ ഒരൊറ്റ തട്ടിൽ അദ്ദേഹത്തിൻ്റെ മദ്യപാനം മാറി. ആരെങ്കിലും ചെറുതോ വലുതോ ആയി മദ്യപിക്കുന്നവരുണ്ടോ? കൈ ഉയർത്തിക്കോ. ഇവിടെ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ കൈ ഉയർത്തിക്കോ. കണ്ണടച്ചോ. അങ്ങളൊന്ന് അങ്ങോട്ടൊന്ന് കൈ നീട്ടി പിടിച്ച ഈ ജനങ്ങളുടെ നേരെ. കാരണം വിടുതൽ പ്രാപിച്ചൊരു മനുഷ്യൻ. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും വിടുതൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ, മദ്യപാനത്തിന് വിടുതൽ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 2 കൈകൾ ഉയർത്തിക്കും. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ സഹോദരന് വേണ്ടി പ്രവർത്തിച്ച ആ കൈയിൽ തട്ടിയ അതേ കൈ എല്ലാവരും ഒന്ന് യേശുവേ എന്ന് വിളിച്ചേ. ഉറക്കെ വിളിച്ച യേശുവേ. ഒരു വ്യക്തിയുടെ കയ്യിൽ അദൃശ്യമായി തട്ടിയ അതേ യേശുവിൻ്റെ കരം മദ്യപിക്കുന്ന വ്യക്തികളെ ഒന്ന് തൊടണമേ. എല്ലാവരും പ്രാർത്ഥിക്കാം. കർത്താവ്, ഇതൊരു വ്യക്തിയാണെങ്കിൽ കൂട്ടമായി
നാട്ടിൽ എങ്ങും എവിടെയെല്ലാം ഈ സാക്ഷ്യം കാണുന്നോ അവിടെയെല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ മദ്യപാനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. ആമേൻ. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിൽ എവിടെയാണ് നിങ്ങളിരിക്കുന്നതെങ്കിലും ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഐ ബിലീവ് ജീസസ് ഈസ് ഗോയിങ് ടു ഡു സം മിറക്കിൾസ് ഫോർ യു. കർത്താവെ, രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. നെക്ക് പെയിൻ ഉള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. കഴുത്തിന് അതിഭയങ്കരമായ വേദന, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. മറ്റൊന്ന്, ബ്രസ്റ്റിൽ ഒരു ലംപുള്ള, ഈയിടെ ടെസ്റ്റ് ചെയ്തു, അത് അപകടകരമാണ് എന്നുള്ള റിപ്പോർട്ട് കിട്ടി. വല്ലാതെ ഭയത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് കാണുന്ന യേശുവിൻ്റെ നാമത്തിൽ അവിടുതൽ ഉണ്ടാകട്ടെ. സാറ എന്നു പേരുള്ളൊരു സഹോദരി കർത്താവ് ഈ സമയത്തൊരു വലിയ സൗഖ്യത്തെ നൽകി അനുഗ്രഹിക്കുന്നു. ഇൻ ജീസസ് നെയിം. ശ്വാസകോശങ്ങളിൽ പ്രയാസമുള്ള പലരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. അതുപോലെ കോഫ്, സാധാരണ കോഫിൽ വിട്ടുമാറാതെ കോഫുള്ള ചിലരെ, അലർജിക് കോഫ് ഒക്കെ ഉള്ളവരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. മക്കളില്ലാത്തവർക്ക് വേണ്ടി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മക്കളില്ലാത്തവരെ അങ്ങ് തൊട്ട് അനുഗ്രഹിക്കണമേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, എത്രയും വേഗം അവർക്ക് കുഞ്ഞുങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നട്ടല് കർത്താവ് സൗഖ്യമാക്കുന്നു. നട്ടലിന് തകരാറുള്ള പല വ്യക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. മൈഗ്രെയിൻ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ശക്തിയേറിയ തലവേദന ഇപ്പോൾ വിട്ടുമാറട്ടെ. നിങ്ങളുടെ രോഗമോ ഏതെങ്കിലും ഒരു പ്രശ്നമോ പ്രയാസമോ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് ഇതുപോലെ കൈനീട്ടി പിടിക്കുക. കർത്താവെ, ഓരോരുത്തരെ അങ്ങ് സ്പർശിക്കണമേ. വിവിധ വേദനകൾ മാറട്ടെ, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ. കർത്താവെ, നീ പ്രാർത്ഥന കേട്ട കൃപകൾക്കായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിൽ ചെന്നൈയിലും ബാംഗ്ലൂരിലും നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് തീർച്ചയായിട്ടും വരണം. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് ഏറ്റവും അവസാനമായി പ്രസിദ്ധീകരിച്ച ബ്രേക്കിംഗ് ബാരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സങ്ങളെ തകർക്കുക, ആ പുസ്തകം കിട്ടിയിട്ടില്ലാത്തവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. വെബ്സൈറ്റ് സന്ദർശിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. കൂടാതെ ഇതിനു മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് വിളിക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.